ആശാപ്രവർത്തകരോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് സർക്കാർ മുന്നിട്ടിറങ്ങി പറയുമ്പോൾ മന്ത്രി വീണ ജോർജിന്റെ ഡൽഹി യാത്ര ഒരു നാടകമായി മാറിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മുടെ എഴുത്തുകാരിയും സ്ത്രീ വിമോചന പക്ഷ പ്രവർത്തകയും ഒക്കെ ആയ ജെ ദേവിക, സാഹിത്യകാരിയാണ്, അവർ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പൊതുവെ ഇത്തരം വിഷയങ്ങളിലൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കുന്നയാളാണ്. ഒരു ഇടതുപക്ഷ സഹയാത്രിക എന്ന് വേണമെങ്കിൽ അവരെ പറയാം. പലപ്പോഴും അവർ BJPയെയും RSSനെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയൊക്കെ വളരെ രൂക്ഷമായിട്ട് വിമർശിച്ച് രംഗത്ത് വരുന്നയാളാണ്. അവർ ഇപ്പോൾ ഫേസ്ബുക്കിൽ, സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ പങ്കുവച്ച ഈ ആശാസമരത്തെ സംബന്ധിക്കുന്ന ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റ് വളരെ കൃത്യമായി വിശകലനം നടത്തി ആഴത്തിൽ പരിശോധിച്ച് ആശമാരെ നേരിട്ട് കണ്ട് സംസാരിച്ച് തയ്യാറാക്കിയതാണ്. അവർ വെറുതെ വായിൽ തോന്നിയത് വിളിച്ചു പറയുകയല്ല ചെയ്യുന്നത്. ആ പോസ്റ്റിലെ പ്രസക്തമായ ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് പറയാം. അതായത് മറ്റു മനുഷ്യരുടെ വേദന, ഈ പോസ്റ്റ് വളരെ കൃത്യമായിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിനും എതിരാണ്. അവരെ വലിച്ചു കീറി ഈ ഭിത്തിയിൽ ഒട്ടിക്കുന്ന തരത്തിൽ ഉള്ള ഒരു പോസ്റ്റാണ് ഇവർ ഇട്ടിരിക്കുന്നത്. അത് ഞാൻ പറയാം പ്രധാന കാര്യങ്ങൾ. ഈ മനുഷ്യരുടെ വേദന അല്പം പോലും തിരിച്ചറിയാനാകാത്ത രണ്ട് പേരാണ് ഈ ആരോഗ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും. എന്ത് വൃത്തികേടും വിളിച്ചു പറയാൻ ഉളുപ്പില്ലാത്തവർ. അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് ഇവർ രണ്ടുപേരും എത്തിയിരിക്കുന്നു. വിഡ്ഢിത്തം, കളവ്, ഇതിനെ നീട്ടിയും കുറുക്കിയും വറുത്തും വേവിച്ചും പല രൂപത്തിൽ വിളമ്പാൻ ഓടി നടക്കുന്ന കുശിനിക്കാർ എന്നാണ് അവർ ഇവരെക്കുറിച്ച് ആക്ഷേപിക്കുന്നത്. അസത്യങ്ങളെ സമരസ്ഥലത്തെ അവസ്ഥകളുടെ വെളിച്ചത്തിൽ പരിശോധിക്കാൻ കഴിഞ്ഞു എനിക്ക്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പങ്കുവെക്കാം. 4 ജില്ലകളിൽ നിന്നുള്ള ആശമാരാണ് അവിടെ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അവരിൽ പലരെയും, അതിൽ തിരഞ്ഞെടുത്ത 50 പേരെ നേരിട്ട് കണ്ട് ഇവർ സംസാരിച്ച് അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് ഇവർ പിന്നീട് പറയുന്നത് ആ പോസ്റ്റിൽ. അതായത് പ്രായം, സാമൂഹിക വിഭാഗം, വിവാഹം, ഭർത്താവിൻ്റെ തൊഴിൽ, വീട്ടുടമസ്ഥത, കടം, ഇങ്ങനെ 6 കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചത് അവരോട്. അതിന് കിട്ടിയ മറുപടി വളരെ ചിന്തിപ്പിക്കുന്നതും അങ്ങേയറ്റം വേദനാജനകവുമാണെന്ന് ഇവർ പറയുന്നു. ദേവിക പറയുന്നു. ഈ 50 പേരിൽ 35 പേർക്ക് ഭർത്താവുണ്ട്. ബാക്കി 15 പേർ വിധവകളോ ഉപേക്ഷിക്കപ്പെട്ടവരോ ആണ്. ഈ 35 പേരിൽ ഭർത്താക്കന്മാരുള്ള അവർക്ക് തന്നെ അതിൽ 22 പേർക്ക് അധ്വാനിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഭൂരിഭാഗവും 40-60 വയസ്സ് വരെ പ്രായമുള്ളവരാണ്. 40-50 വയസ്സുള്ളവർ 20 പേർ, 50-60 വയസ്സുള്ളവർ 20 പേർ, 60 വയസ്സിന് മുകളിലുള്ളവർ 2 പേർ. ഇങ്ങനെയാണ് ഈ അവരുടെ കണക്കൊക്കെ പറയുന്നത്. ശരിക്കും ഇത് കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് സ്ത്രീകളെക്കുറിച്ച് ഉള്ള വളരെ എന്താ പറയുക, സ്ത്രീ വിഷയങ്ങളിൽ അങ്ങേയറ്റം ജാഗ്രതയോടെ ഇടപെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അവർക്ക് തോന്നിയ കാര്യങ്ങൾ അവർ പറയുകയാണ്. ഈ 40-50 വയസ്സിനിടയ്ക്ക് സ്ത്രീകൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ, വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഭർത്താവിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റം, അല്ലെങ്കിൽ ചില സമയത്ത് ഭർത്താവിൽ നിന്നുണ്ടാകുന്ന ക്രൂരമായ പീഡനങ്ങൾ, ഇതൊക്കെ ഈ പ്രായത്തിൽ നേരിടുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് ദേവിക പറയുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ അവർ പറയാണ്, ഈ വീണ ജോർജിനെ പോലെ ഇത്ര മനുഷ്യപ്പറ്റില്ലാതെ മറ്റ് സ്ത്രീകളെ തെല്ലുമേ മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ഒരു അധികാരി വേറെ ഇല്ല എന്നെനിക്ക് തോന്നിപ്പോയി എന്നാണ് അവർ പറയുന്നത്, ഈ വിവരങ്ങളൊക്കെ കേട്ടതിന് ശേഷം. എന്നിട്ട് അവർ പറയുന്നു, ഈ 50 പേരിൽ സ്വന്തമായി വീടില്ലാതെ വാടകയ്ക്കും ബന്ധുവീടുകളിലും താമസിക്കുന്നവരുണ്ട്. അങ്ങനെ 22 പേരുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ബാക്കി 28 പേർക്ക് വീടുണ്ട്. പക്ഷേ ഉടമസ്ഥാവകാശം വളരെ കാര്യമായ ഭീഷണിയെ നേരിടുന്നു. കാരണം ഇവർ ഇത് പണയം വെച്ച് ലോണെടുത്ത്, സഹകരണ സംഘത്തിൽ നിന്നും മറ്റും ലോണെടുത്ത് അത് കുടിശ്ശികയായി പല വീടുകളും ജപ്തി നടപടിയെ നേരിടുകയാണ്. അങ്ങനൊരു സാഹചര്യത്തിൽ ഈ എന്താ പറയുക, ഇനി ഈ വീട് ജപ്തി ചെയ്യപ്പെട്ടാൽ എങ്ങോട്ട് പോകും എന്നറിയില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇത്രയൊക്കെ സാമ്പത്തികമായും അല്ലാതെയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ. ഇതിൽ പലരുടെയും കുട്ടികൾ പഠിക്കുന്നുണ്ട്, പിന്നെ ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകണം, അതിനുള്ള വകയില്ല,
അതുപോലെ സാധാരണ വിദ്യാഭ്യാസം തന്നെ കൊടുക്കാൻ ഇവർക്ക് ശേഷിയില്ല. അങ്ങനെയൊക്കെയുള്ള അത് മറ്റൊരു വശത്ത്. അപ്പോൾ ദൈനംദിനം കുട്ടികൾക്ക് അന്നം കൊടുക്കുമോ വിദ്യാഭ്യാസം കൊടുക്കുമോ, ഇതൊരു വലിയ ചോദ്യമായിട്ട് ഇവരുടെ മുന്നിൽ നിൽക്കുകയാണ്. അങ്ങനെയുള്ള വിവരങ്ങളാണ് ദേവിക ഈ പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നത്. അതെ സാർ, ഈ പറഞ്ഞതുപോലെ 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശരിക്കും ഇപ്പോൾ ആശാ വർക്കേഴ്സ് ഉപവാസ സമരത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഒരു സ്ത്രീ എന്നുള്ള ഒരു രീതിയിൽ വീണ ജോർജിന് അവിടെ ചെന്ന് അവരുടെ വിഷയങ്ങളിൽ പങ്കിട്ട്, നമുക്ക് തന്നെ അറിയാം, നമുക്ക് ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ വളരെ ശരീരം വീക്കാണ്. ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു അമ്മയാണ്, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, ഒരുപാട് ആരോഗ്യം. അപ്പോൾ ഒരു സ്ത്രീ, നമ്മളൊരു പുരുഷൻ നിരാഹാര സമരം കിടക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതുപോലല്ല, മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരേ സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അവരൊരു കാര്യത്തിന് വേണ്ടി സമരം ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്ത്രീ പോരാളിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ അവരുടെ ശാരീരിക അവസ്ഥകൾ, ഒരു ആരോഗ്യമന്ത്രി ആയിരിക്കും, ഒരു ശാരീരിക അവസ്ഥകൾ കൂടി മനസ്സിലാക്കാതെ സമരത്തിലേക്ക് അവരെ നയിച്ചുകൊണ്ട് പോവുകയാണ്. എത്രമാത്രം അത് സമരത്തിലേക്ക് തള്ളിവിട്ട് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാം, എത്ര ദിവസങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോകാമോ അത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകത്തക്ക രീതിയിലാണ് വീണ ജോർജ് ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എപ്പോഴേ ഈ സമരം നമുക്കിത് നിർത്തലാക്കാമായിരുന്നു, അതിനുവേണ്ടി ഒരു ചർച്ചകൾ നടത്താമായിരുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതെ വീണ ജോർജ് ഈ സ്ത്രീകളെ, നമ്മുടെ കേരളത്തിന് തന്നെ ലജ്ജയുണ്ടാകുന്ന തരത്തിൽ സ്ത്രീകളെ സമരത്തിലോട്ട് മുന്നോട്ട്, അത് എത്ര ദിവസം നീട്ടണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പാർട്ടി ഇപ്പോഴും. ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയ ഒരു യാത്ര, വീണ ജോർജ് അതിൻ്റെ കൃത്യമായ വിവരം ഫേസ്ബുക്കിൽ ഞാൻ മന്ത്രിയെ കാണണം എന്നുള്ളത് ഇമെയിൽ അയച്ച് എൻ്റെ വിവരം പുറത്തിട്ട്. എനിക്ക് അവിടെ ഒരു സംശയം തോന്നുന്നത്, ഈ മെയിൽ കാണണം എന്നുള്ളത് മാത്രം, അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് കോപ്പിയോ ബാക്കിയുള്ള ഡീറ്റെയിൽസോ ഒന്നുമില്ല. പലതവണയും വീണ ജോർജ് കേന്ദ്രമന്ത്രി കണ്ടിട്ടുണ്ടായിരിക്കാം, മറ്റു ആവശ്യങ്ങൾക്ക് ഡൽഹി പോയിട്ടുണ്ടായിരിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ വിഷയത്തിന് തന്നെ ആകണമെന്നില്ലല്ലോ, മറ്റ് ചർച്ചകൾക്കുമാകാം. അവിടെ ഒരു സംശയം നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ ഡൽഹി പോയത് സത്യം പറഞ്ഞ ക്യൂബൻ മന്ത്രിയായിട്ടുള്ള ചർച്ചയ്ക്കും അവരുടെ വിരുന്ന് മൃഷ്ടാനം കഴിച്ചു തിരിച്ചു വന്നു എന്നല്ലാതെ ആശാ വർക്കേഴ്സിന്റെ ഒരു സമരത്തിന്റെ കാര്യമോ മറ്റൊന്നുമോ അവിടെ അറിയിക്കുകയോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ അറിയിക്കുകയോ ചർച്ച നടത്താനേ അല്ല. അതിപ്പോൾ മാധ്യമങ്ങൾ പൊളിച്ചെടുക്കും. നമുക്ക് തന്നെ അറിയാം, ഏഷ്യൻ ന്യൂസിനെതിരെ അവർ പ്രതികരിച്ചത്, ഞാൻ എൻ്റെ മീഡിയയിലെ അല്ലെങ്കിൽ എൻ്റെ മാധ്യമത്തിലൂടെ ഞാൻ എൻ്റെ കാര്യങ്ങൾ പുറത്തുവിടും എന്നൊരു ധാർഷ്ട്യം. എൻ്റെ മാധ്യമം ഏതാണ്? ദേശാഭിമാനി, കൈരളിയോ? ഏതാണ് എൻ്റെ മാധ്യമം? എൻ്റേതൊന്നുള്ള ഒരു മാധ്യമം രാഷ്ട്രീയ പ്രവർത്തകർക്കുണ്ടോ? ഇല്ല. മാധ്യമങ്ങൾ എന്ന് പറയുന്നത്, എങ്കിൽ അവർ എന്തിനാണ് പല കാര്യങ്ങളും പ്രസ് മീറ്റുകൾ വിളിച്ചു കൂട്ടുന്നത്? പല മാധ്യമങ്ങൾ എന്തിനാണ് വിളിക്കുന്നത്? മാധ്യമ പ്രവർത്തകർക്ക് കൊടുക്കേണ്ടുന്നതായിട്ടുള്ള ബഹുമാനമുണ്ട്, അവർക്ക് വേണ്ടുന്ന ചില നിയമങ്ങളുണ്ട്. മാധ്യമപ്രവർത്തകയാണ്, കൈരളിയിലുണ്ട്. ഏഷ്യൻ ന്യൂസ് പോലുള്ളതിനെ അല്ലെ മറ്റുള്ള മാധ്യമങ്ങളെ കാണുമ്പോൾ ഇവർക്ക് കുറച്ചുകൂടി ഒരു ഇത് കൂടുതലാണ്. അത് എന്തെന്ന് ചോദിച്ചാൽ എനിക്കിന്നും മനസ്സിലാവുന്നില്ല. കാരണം വീണ ജോർജ് അല്ലെങ്കിൽ ഈ ഒരു മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തി കാണിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട്, കാര്യങ്ങളുണ്ട്. കാരണം കൃത്യമായിട്ട് ജനങ്ങളെ അറിയിക്കാനാണ് മാധ്യമം എന്ന് പറയുന്നത്, മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത്. ഈ ആശാ വർക്കേഴ്സിന്റെ കാര്യത്തിൽ സാർ പറഞ്ഞതുപോലെ തന്നെ എത്രയോ പേര് കുടുംബങ്ങളില്ലാതെ വീട് ജപ്തി ഭീഷണി, കേരള ബാങ്ക് വരെ ജപ്തി ഭീഷണി. അതായത് നമുക്കറിയാം, നേരത്തെ ഇവർ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നതിന്റെ തൊട്ട് തലേന്ന് തന്നെ കേരള ബാങ്ക് അതിലെ ഒരു ആശാപ്രവർത്തകയുടെ ബാങ്കിൽ ജപ്തി നോട്ടീസ് അയച്ചു. അപ്പം ഇത്തരത്തിൽ ഇപ്പോഴും വട്ടിയൂർക്കാവ് നെട്ടയത്തുള്ള ഒരു കുടുംബത്തിന് ഇതുപോലെ വീട് കടക്കണിയിലാണ്, 1 ലക്ഷം രൂപ. ഈ മാധ്യമങ്ങളിലൂടെ തന്നെയാണ് ഈ ഫണ്ട് സ്വരൂപിച്ച് പലർക്കും വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടും വീണ ജോർജിന് അതിൽ യാതൊരു ഇതില്ല, മുഖ്യമന്ത്രിക്ക് യാതൊന്നും ഇതിൽ ചെയ്യാനില്ല. കാരണം ഈ കടങ്ങൾ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ഇതിനുള്ള കാര്യങ്ങളോ അവരെ ശ്രദ്ധിക്കുന്നതേ ഇല്ല. കടങ്ങൾ കൊടുക്കാല്ല, അവർക്ക് അതിന് വേണ്ടുന്ന ഇത് മുന്നോട്ട് ചെയ്യാലോ. ഇത്തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളിലുള്ളവർ കാണും, ഭർത്താവില്ലാത്തവർ കാണും, ഭർത്താവ് മരിച്ചു പോയവർ കാണും, ഉപേക്ഷിച്ചു പോയവർ കാണും, എന്ത് തന്നെ ആയിക്കോട്ടെ, കുട്ടികളുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ ഒറ്റയ്ക്കാണ് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതൊരു വലിയൊരു പോരാളിക്ക് മാത്രമേ പറ്റൂ. അല്ലാതെ ഒരു വ്യക്തിക്ക്, ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് കൊണ്ടുപോകാൻ. അപ്പോൾ അവർക്കുള്ള ഏക വരുമാനം എന്ന് പറയുന്നത്, ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ അവരുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. ഇതൊക്കെ മനസ്സിലാക്കി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു, മന്ത്രി എന്നൊരു പദവി മാറ്റിവെച്ചു ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇവര് ചിന്തിച്ചു. ദേവികയും ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ ഒരു സ്ത്രീ എന്നുള്ള സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ.
അല്ലാതെ ഈ പറയുന്നത് പോലെ അവരെ കുറ്റപ്പെടുത്തിയും അവരെ മാനസികമായി പീഡിപ്പിച്ചും അല്ല ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. ഇത് കാണുമ്പോൾ ഇവരൊരു സ്ത്രീയാണോ എന്ന് പോലും സംശയം തോന്നുന്നു എന്നുള്ള രീതിയിലാണ് ദേവിക ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അത് വളരെ ശരിയുമാണ്. വീണ ജോർജിന്റെ ബാഗിനെ പറ്റി വരെ ഇപ്പൊ സോഷ്യൽ മീഡിയ ചർച്ച. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് നമ്മൾ ഒരു ബാഗ് വാങ്ങിച്ചതിലോ അവർ ആർഭാടമായിട്ട് ജീവിച്ചതിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കുറ്റമല്ല, ഒരു കുറ്റമല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് നിൽക്കുന്നവർ ആദ്യം കാണിക്കേണ്ടുന്ന അല്ലെങ്കിൽ ആദ്യം അവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു ഇതുണ്ട്. വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിത രീതി ആയിരിക്കണമെന്ന്. ആ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങുന്നവർ ആദ്യം മനസ്സിൽ ഒരു മന്ത്രം എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ടത് ഞങ്ങൾക്ക് ലളിതമായ ജീവിത രീതിയും ഉയർന്ന ഒരു ലക്ഷ്യബോധവും ഒരു ചിന്താബോധവുമാണ് വേണ്ടുന്നത്. ഇതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലോട്ട് ആൾക്കാരെ നയിക്കുന്നത്. അതായത് മാനിഫെസ്റ്റോ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ വായിക്കുന്ന ആ ഒരു ഇൻസ്പിറേഷനാണ് ഓരോ വ്യക്തികളെയും പാർട്ടിയിലേക്ക് ഓരോ യുവ നേതാക്കളെയും നയിക്കുന്നത്. അപ്പം വീണ ജോർജ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഒരു തലപ്പത്ത് ഇരിക്കുമ്പോൾ അവർ ചിന്തിക്കേണ്ടുന്നത് അവരുടെ ജീവിതത്തിലെ അവരുടെ ആർഭാടങ്ങൾ അത് അവർ മറ്റൊരിടത്തു നിന്ന് എടുത്തെന്നോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് അഴിമതി കട്ടിയെന്നോ ഒന്നും ഇവിടെ നമ്മൾ പരാമർശിക്കേണ്ട കാര്യമില്ല. അവർക്ക് എന്ത് തന്നെ ആയിക്കോട്ടെ, അവരെങ്ങനെ ജീവിച്ചാലും ന്യായമായ ആവശ്യങ്ങൾ ആശാവർക്കർമാരുടെ പരിഹരിക്കാൻ മാത്രമല്ല അതിലും ഈ പറഞ്ഞ കാര്യത്തിലും എനിക്കും അതിൽ അമർഷമുണ്ട്. കാരണം അത്തരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് നിൽക്കുമ്പോൾ അവർ പാലിക്കേണ്ടുന്ന അവരുടെ ഡ്രസ്സിങ് രീതിയിലായാലും അവരുടെ പോക്കിലായാലും വരവിലാണെങ്കിലും ഞാൻ നിങ്ങളോടൊപ്പമാണ്, തോളോട് തോൾ, ഞാൻ മുതലാളിയല്ല, ഞാൻ തൊഴിലാളിയാണ്, ഞാൻ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളൊരു രീതിയാണ് ജനങ്ങൾക്ക് സമ്മാനിക്കേണ്ടത്. വീണ ജോർജ് ഈ ഒരു ആശാമാര് സമരത്തിൽ നടക്കുന്ന സന്ദർഭത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഘടനയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിലാളി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നിടത്തോ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ മെഡിക്കൽ കോളേജ് ഇവർ ഈ ഇത്രയും ആർഭാടം കാണിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരമുണ്ട് അല്ലേ. നമ്മൾക്ക് തന്നെ നമ്മുടെ ഉയർന്ന പദവിയിലിരിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയിൽ അവർ ഉയർന്ന രീതിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു നീറ്റലുണ്ടാവും. തൊഴിലാളി പ്രസ്ഥാനത്തിന് ഒരിക്കലും ഭൂഷണമല്ല. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ദേവിക ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ സർക്കാരും ഈ ആരോഗ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ അതിനുള്ള മനസ്സ് കാണിക്കണം. അതിനുള്ള എന്താ പറയുക, ഇവരോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറാൻ തയ്യാറാകണം എന്നാണ് നമുക്കും ഈ അവസരത്തിൽ പറയാനുള്ളത്.